ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സമീപകാലത്ത് ഏറ്റവും വലിയ നാണം കെട്ട തോൽവികളിൽ ഒന്നാണ് ബ്രസീലിന് ഇന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ചിരവൈരികളായ അർജന്റീന 1-4 ഗോളുകൾക്ക് ബ്രസീലിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ബ്രസീലിന് മത്സരത്തിൽ ആധിപത്യം പുലർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. തിരിച്ചു വരാനുള്ള യാതൊരുവിധ അവസരങ്ങളും അർജന്റീന നൽകിയില്ല എന്നുള്ളതാണ്. എൻസോ ഫെർണാണ്ടസ് ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. ഹൂലിയൻ ആൽവറസ്, അലക്സിസ് മാക്കാലിസ്റ്റർ, ജൂലിയാനോ സിമിയോണി എന്നിവരൊക്കെയാണ് ബ്രസീലിനെതിരെ ഗോളുകൾ നേടിയിട്ടുള്ളത്. ഏതായാലും ഈ തോൽവി ബ്രസീലിന്റെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർക്ക് വളരെയധികം ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് നേരത്തെ തന്നെ ഗ്ലോബോ പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് ബ്രസീലിന്റെ അഥവാ CBFന്റെ പുതിയ പ്രസിഡന്റ് ആയിക്കൊണ്ട് എഡ്നാൾഡോ റോഡ്രിഗസ് തന്നെ വീണ്ടും ചുമതലയേൽക്കുകയാണ്. മാത്രമല്ല CBFനകത്ത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഇന്റേണൽ ഡിബേറ്റ് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഡൊറിവാൽ ജൂനിയറെ പുറത്താക്കണം എന്ന് ബ്രസീൽ ടീമിനകത്ത് അല്ലെങ്കിൽ CBFനകത്ത് ചിലർക്ക് ഇപ്പോൾ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ജൂൺ മാസത്തിൽ ഡൊറിവാൽ ജൂനിയറെ ബ്രസീൽ ടീം പുറത്താക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല ഇപ്പോൾ അർജന്റീനയോട് ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ വേഗത്തിലാവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഏതായാലും അധികം വൈകാതെ തന്നെ ഡൊറിവാൽ ജൂനിയർക്ക് തന്റെ പരിശീലക സ്ഥാനം നഷ്ടപ്പെട്ടാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഗ്ലോബോയുടെ ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. ജൂൺ 5-ാം തീയതി ഇക്വഡോറിനെതിരെ ഒരു മത്സരം ബ്രസീൽ കളിക്കുന്നുണ്ട്. ജൂൺ 8-ാം തീയതി പരാഗ്വയ്ക്കെതിരെ ഒരു മത്സരം ബ്രസീൽ കളിക്കുന്നുണ്ട്. ആ മത്സരത്തിന് മുന്നേ ഡൊറിവാൽ ജൂനിയർക്ക് തന്റെ പരിശീലക സ്ഥാനം നഷ്ടമാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.